ഓപ്പറേഷൻ തൂഫാനിൽ കൊച്ചിയിൽ വിദ്യാർത്ഥികൾക്ക് നിരന്തരം കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ കണ്ണിപിടിയിൽ കിട്ടിയുണ്ടല്ലോ. ബംഗാൾ സ്വദേശി അൻവർ ഹുസൈനെയാണ് ഡാൻസ് ഓഫ് പിടികൂടിയത്. 3 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. 23,000 രൂപയ്ക്കാണ് 1 കിലോ കഞ്ചാവ് വിദ്യാർത്ഥികൾക്ക് വിറ്റിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് കൈമാറിയെന്നാണ് കണ്ടെത്തൽ. സാമൂഹ്യദ്രോഹി ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നാണ്? സ്കൂൾ കുട്ടികൾക്കടക്കം കഞ്ചാവ് വിതരണം ചെയ്തിരുന്ന സംഘത്തിലെ പ്രധാനിയാണോ ഈ കക്ഷി? അരുൺകുമാർ, എന്തായാലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിന് ഇടയിലാണ് വളരെ പ്രധാനപ്പെട്ട നീക്കം ഇപ്പോൾ ഡാൻസ് ഓഫ് യൂണിറ്റ് 4ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ബംഗാൾ സ്വദേശിയായ അൻവർ ഹുസൈനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടുന്നത്. ഡാൻസ് ഓഫ് പ്രധാനമായും ഇയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾ ഈ ഇതര സംസ്ഥാനക്കാരുടെ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിരന്തരം വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന ആ സംഘം അതിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നുള്ളതാണ്. എന്തായാലും ഈ സംഘം ബംഗാളിൽ നിന്നാണ് കഞ്ചാവ് നിരന്തരം എത്തിച്ചിരുന്നത്. മുർഷിദാബാദിൽ നിന്ന് 1 കിലോയ്ക്ക് 3,000 രൂപയും 4,000 രൂപയൊക്കെ കൊടുത്ത് 1 കിലോ വാങ്ങും. അതിനുശേഷം ഇവിടെ എത്തിച്ച 23,000 രൂപയ്ക്കാണ് അത് വിദ്യാർത്ഥികളുടെ സംഘത്തിന് നൽകുകയും ചെയ്തിരുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ സംഘം അത് ചെറിയ പാക്കറ്റുകളിലായിട്ട് ആക്കി വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നതായിരുന്നു രീതി എന്നുള്ളതാണ്. എന്തായാലും ഈ വിദ്യാർത്ഥികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ വലിയ തോതിൽ തന്നെ ഈ സംഘം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളടക്കമാണ് ഇപ്പോൾ ഡാൻസ് ഓഫിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ആക്രിക്കടയുടെ മറവിലായിരുന്നു ഈ ഒരു കഞ്ചാവ് വിൽപ്പന നടന്നതെന്നുള്ളത് കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇടപ്പള്ളിയിലെ ഒരു ആക്രിക്കടയിൽ രാത്രി കാലങ്ങളിൽ ഇത് വലിയ രീതിയിൽ തന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ എത്തിക്കുന്ന കഞ്ചാവ് അവിടെ സ്റ്റോക്ക് ചെയ്യുകയും പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ സംഘം എത്തുമ്പോൾ കൈമാറുന്നതായിരുന്നു രീതി. എന്തായാലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട്. ഈ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഈ കഞ്ചാവ് വാങ്ങിയിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഘത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചങ്ങാതികളല്ലല്ലോ അൻവർ ഹുസൈൻ, സാമൂഹ്യദ്രോഹികൾ അങ്ങനെ തന്നെ പറയണം. ഒരു കാരണവശാലും നമ്മൾ പുറത്തുവിടാൻ പാടില്ല. എന്നേക്കുമായിട്ട് അടച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. അതിന് പുറത്തിറങ്ങി ഈ പാവം കുട്ടികൾക്ക് ഈ കഞ്ചാവൊക്കെ കൊടുത്ത് അവരുടെ തലച്ചോറിനെയും അവരുടെ ജീവിതത്തേക്ക് ഒരു വഴിയാക്കി മാറ്റിയ മനുഷ്യരാണ്. നിരവധി മനുഷ്യർ ഈ പറയുന്ന മാഫിയ സംഘത്തിൽപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളും ഈ തൂഫാനോടൊപ്പം തന്നെയുണ്ട്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ്. നമുക്ക് ഒരു ദിവസം വരുന്ന വിവരങ്ങൾ കേട്ടാലുണ്ടല്ലോ ഞെട്ടിപ്പോകും. ചില ചായക്കടകൾ, ചില പേരൊക്കെയുള്ള ചായക്കടകളാണ്. ആ പേരൊക്കെയുള്ള ചായക്കടകളുടെ പിന്നാമ്പുറത്ത് പോയാൽ നിങ്ങൾക്കിത് കിട്ടും എന്നാണ് പറയുക. ചില മുറുക്കാങ്കടകൾ കേന്ദ്രീകരിച്ച് ഈ സ്ഥലമുണ്ട്. ഇതേപോലെയുള്ള ചില ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വിൽക്കുന്നുണ്ട്. അങ്ങനെ പല പല സ്പോട്ടുകൾ ആളുകൾ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കൃത്യമായി തന്നെ പോലീസ് അധികാരികളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം. എന്തായാലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ടർ TV കൂടി അറിയിക്കുക. കൃത്യമായി നമുക്കത് വാർത്തയാക്കാം. ഒപ്പം തന്നെ അധികാരികളെ നമുക്ക് അറിയിക്കുകയും ചെയ്യാം. ഈ സാമൂഹ്യദ്രോഹികളെയൊന്നുള്ളൂ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഒരു തലമുറയാണ്, ഒരു നാടിനെയാണ് ഇവന്മാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.